അപകടാവസ്ഥയിലായ കോഴിക്കോട് ഫറൂഖ് പാലം വിഷയത്തിൽ സ്ഥലം എംഎൽഎ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിച്ച് മുൻ എംഎൽഎ പി.വി. അൻവർ. റീൽസിട്ട് നടക്കാതെ പാലത്തിനടുത്ത് നിന്ന് അവസ്ഥ വിശദീകരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പി.എ. മുഹമ്മദ് റിയാസിനോട് പി.വി. അൻവർ ചോദിച്ചു. ഭരണാനുമതി കിട്ടിയാൽ ഉടൻ നവീകരണ പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഫറൂഖ് പാലത്തിന്റെ നിലവിലത്തെ അവസ്ഥയാണിത്. പുറമെ വിദേശ മാതൃകയിൽ ദീപാലംകൃതം. പാലത്തിന്റെ അടിഭാഗം ദ്രവിച്ച നിലയിൽ. കഴിഞ്ഞ വർഷം 1.5 കോടിയിലധികം രൂപ മുടക്കിയാണ് നവീകരണം നടത്തിയത്. പ്രതീകാത്മകമായി പാലത്തിന് താഴെ മുള വെച്ച് താങ്ങി നിർത്തിയായിരുന്നു പി.വി. അൻവറിന്റെ പ്രതിഷേധം. റീൽസ് ഇട്ടുകൊണ്ട് ഈ നാടിനെ എന്താ പറയുക, കിടിലം കൊള്ളിച്ച, രോമാഞ്ചം കൊള്ളിച്ച മന്ത്രി. എന്താ മന്ത്രിയുടെ നാട്ടിലാണിത്. മന്ത്രിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ അവിടെ ഉള്ളത്. ആ ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ മുഹമ്മദ് റിയാസിനെ മരുമോനെ വെല്ലുവിളിക്കുകയാണ്. ഈ നിൽക്കുന്നത് ഫറൂഖ് പാലത്തിന്റെ ചോട്ടിൽ അദ്ദേഹത്തിന്റെ മണ്ണിലാണ് നിൽക്കുന്നത്. അദ്ദേഹം എംഎൽഎയും മന്ത്രിയും മണ്ണിലാണ്. ഇവിടെ വന്നിട്ട് ഈ ജനങ്ങളെ വിളിച്ചിട്ട് ഈ 2.25 കോടി രൂപ എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന് ഇവിടുത്തെ ജനങ്ങളോടും പത്രക്കാരോടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മന്ത്രി തയ്യാറുണ്ടോ? അൻവറും പ്രദേശവാസികളും പാലത്തിന്റെ അടിഭാഗം ബോട്ടിലെത്തി പരിശോധിച്ചു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നോട്ടീസ് അയച്ചത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.